അല്ലെങ്കിലും എന്റെ ഫാമിലിയിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്നെക്കാളും മുൻപ് ആദ്യം അറിയുന്നത് എന്റെ പിമ്പിൾസ് ആയിരിക്കും. ഈ തവണയും അത് തെറ്റിയില്ല. സോ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അത് കഴിഞ്ഞ് നമ്മളിപ്പം സ്ട്രെയിറ്റ് ചർച്ചിലോട്ട് പോണേണ്. എന്റെ നീസിന്റെ ഹോളി കൺഫർമേഷൻ ആണ്. സോ എന്റെ നീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവരെല്ലാവരും ദുബായിൽ സെറ്റിൽഡ് ആണ്. ഓൾറെഡി ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു. നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഹോളി കൺഫർമേഷൻ നടത്തുന്നതാണ്. സോ ഇതാണ് എന്റെ ക്യൂട്ട് ലിറ്റിൽ നീസസ്. ഇതാണ് മുന്ന ചേച്ചി, എന്റെ കസിൻ. സോ ഞങ്ങളുടെ കുർബാന എല്ലാം കഴിഞ്ഞു. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. വി വെന്റ് സ്ട്രെയിറ്റ് ടു ദി ഹോട്ടൽ. ഹോട്ടലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇറ്റ് വാസ് സച്ച് എ ക്യൂട്ട് പ്രോപ്പർട്ടി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അത് കഴിഞ്ഞ് സ്റ്റാർട്ടേഴ്സ് എല്ലാം കഴിച്ചു. ഇവിടുത്തെ നെക്സ്റ്റ് സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് ഈ സ്റ്റേജ്. ഈ ഡെക്കോർസ് ഒക്കെ എനിക്ക് അറിയില്ല അതിന്റെ എസെൻസ് എനിക്ക് കംപ്ലീറ്റ്ലി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോന്ന്. ഈ ക്യൂട്ട് ലിറ്റിൽ ഏഞ്ചൽസ് എല്ലാം നല്ല ഭംഗിയായിരുന്നു. നെക്സ്റ്റ് ദ സ്റ്റാർസ് ഓഫ് ദ ഡേ. ഇതാണ് നമ്മുടെ ആൻഡ്രിയ എന്നാണ് പേര്. നെക്സ്റ്റ് ഇസ് ലിയ. ആക്ച്വലി ഒരു കരാട്ടെ കിഡ് ആണ്. ആൻഡ് ആൻഡ്രിയ ഡാൻസർ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ലിയ ബേബിയുടെ ഹെയർ സ്റ്റൈൽ. സോ ഞങ്ങൾ പതിയെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇത് ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് സൂപ്പ് കഴിച്ചു. ഇതാണ് എൻ്റെ കസിൻസ്. പിന്നെ ഞങ്ങൾ അവസാനം ഒരു ഫാമിലി എല്ലാവരും, ഇതിൽ 2 പേര് മിസ്സിംഗ് ആണ്. കാരണം എൻ്റെ ഒരു ബ്രദർ കാനഡയിലാണ്, പിന്നെ ഒരു ബ്രദർ തായ്ലാൻഡിലെ ട്രിപ്പ് പോയേക്കണേണ്. സോ എനിക്ക് അധികം വീഡിയോസ് അതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇറ്റ് വാസ് സച്ച് എ മെമ്മറബിൾ ഡേ. എനിക്ക് ഇപ്പോഴും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട്. ഇറ്റ് വാസ് സോ ക്ലോസ് ടു മൈ ഹാർട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.